ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താ അമ്മയുടെ പ്രശ്നം? ഇത്രയും കാലം പല രീതിയിൽ ഈ കുടുംബത്തെ തോൽപ്പിക്കാൻ അമ്മായി ശ്രമിച്ചില്ലേ? ഇറക്കി വിട്ടതല്ലേ ഇവിടുന്ന്? തിരിച്ചു വന്ന് കയറിയപ്പോഴെങ്കിലും മര്യാദ കാണിക്കായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പോഴീ കുടുംബത്തിന്റെ അടിവേര് തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ? കാലങ്ങളായിട്ട് ഇതറിഞ്ഞിരിക്കുന്ന നമുക്ക് ഇത് എളുപ്പാന്ന് തോന്നും. പക്ഷേ താൻ പറ്റിക്കപ്പെടുകയായിരുന്നു എന്നൊരു തോന്നൽ അവന്റെ മനസ്സിൽ വന്നാൽ അത് ആർക്ക് തിരുത്താൻ പറ്റും? അവന്റെ തീരുമാനം എന്തായിരിക്കും? എനിക്കതിൽ പേടിയുണ്ട്. പറയുന്നതൊക്കെ സത്യമാണ്. പക്ഷെ കളരിക്കൽ തറവാടിന്റെ ശാപം തീരണമെന്ന് ഞാനും നീയും ഒക്കെ ആഗ്രഹിച്ചതല്ലേ? അതൊക്കെ അവന്റെ ജീവിതത്തിന് വേണ്ടിയായിരുന്നില്ലേ? അത് കൈവിട്ടു പോയാ പിന്നെ എന്ത് നേട്ടമാണ് നമുക്കുള്ളത്? പതിയെ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതേ മാർഗമുള്ളൂ. ഓരോ കുരുക്ക് അഴിച്ചെടുക്കുമ്പോഴും വീണ്ടും വീണ്ടും കൂടുതൽ കുരുക്കുകൾ വന്ന് മുറുക്കുക. അത് ഓർക്കുമ്പോ തന്നെ പേടിയാവുന്നു. എല്ലാത്തിനും അവസാനം കുറിക്കപ്പെട്ടൊരു വിധി ഉണ്ടാവും. അതേ നടക്കും. മോളെ, ഇവിടെ നിന്നൊന്ന് മാറി നിന്നാ മോൾക്ക് സമാധാനം കിട്ടിയാലോ എന്ന് കരുതിയ അമ്മ ഇത് സമ്മതിച്ചത് കേട്ടോ. ആ, എന്തായാലും ഇവിടെ നിന്നൊന്ന് മാറി നിന്നാലേ പറ്റുള്ളൂ. നാഗത്തിനെ കുറിച്ചുള്ള പേടി മാത്രമല്ല, അതിനേക്കാളും വലിയ വിഷജന്തുക്കള് ഇവിടെ ഇപ്പൊ ആക്രമിക്കാൻ നിൽക്കല്ലേ. നവീൻ, അച്ഛാ, ഞാനും ഗാഥയും 2-3 ദിവസത്തേക്ക് നമ്മുടെ ഗസ്റ്റ് ഹൗസിലേക്ക് മാറുക. അതെന്തിനാ ഇപ്പോ? അത് ഇവിടുത്തെ അന്തരീക്ഷം കൊണ്ട് തന്നെ. ഗാഥയുടെ മനസ്സൊക്കെ നോക്കിയായിട്ട് ഞങ്ങൾ തിരിച്ചു വരാം. അതിന്റെ ആവശ്യമുണ്ടോ മോനെ? അവിടെ പോയിട്ട് നിങ്ങൾ തനിച്ച്? ഇവര് മുതിർന്ന കുട്ടികളല്ലേ അമ്മേ, ഇവർക്ക് അവിടെ എന്ത് കുഴപ്പമുണ്ടാവാനാ? മാത്രമല്ല, ഗാഥമോളുടെ മനസ്സൊന്ന് നേരെയാവുകയും ചെയ്യും. ഇത് തന്നെയാ നല്ലത്. അല്ല സുമിത്രേ, മുത്തശ്ശി, ഇതിന് തടസ്സമൊന്നും പറയണ്ട. ഞങ്ങൾ തീരുമാനിച്ച കാര്യം. ഇവിടെ ഇനി ആരോട് അംഗമിട്ട ഞങ്ങൾക്ക് താല്പര്യമില്ല. എന്റെ ഭാര്യ ആരുടെ മുന്നിലേക്കും ഐഡന്റിഫിക്കേഷൻ പരേഡ് നിർത്തി കൊടുക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഗതോ മോനെ, പോകുന്നതൊക്കെ കൊള്ളാം. പക്ഷേ കൂടെയുള്ളത് നീ താലി കെട്ടിയ ആള് തന്നെയാണെന്ന് ഉറപ്പിച്ചോ? എന്താ അമ്മയുടെ പ്രശ്നം? ഇത്രയും കാലം പല രീതിയിൽ ഈ കുടുംബത്തെ തോൽപ്പിക്കാൻ അമ്മായി ശ്രമിച്ചില്ലേ? ഇറക്കി വിട്ടതല്ലേ ഇവിടുന്ന്? തിരിച്ചു വന്ന് കയറിയപ്പോഴെങ്കിലും മര്യാദ കാണിക്കായിരുന്നില്ലേ? എന്നിട്ട് ഇപ്പോഴീ കുടുംബത്തിന്റെ അടിവേര് തോണ്ടിക്കൊണ്ടിരിക്കുകയല്ലേ? ഞാൻ തിരിച്ചു വരട്ടെ. എല്ലാവരുടെ കാര്യത്തിലും എനിക്ക് തീരുമാനം എടുക്കാനുണ്ട്. ഗതവ. നന്ദ, ഒന്നിനു വാ. ഏട്ടനും അമ്മയ്ക്കും അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ലല്ലേ സുമിത്രേ? അല്ല, ഞങ്ങള് പറഞ്ഞ കാര്യം അവിടെ നിക്കട്ടെ. അല്ലാതെ അവരിവിടുന്ന് പോവാൻ വേറെ എന്തെങ്കിലും കാരണമുണ്ടോ? ഗാഥമോള് വീണ്ടും വീണ്ടും നാഗത്തിനെ കാണുന്നു പറഞ്ഞ് നിലവിളിക്കുക. ആ കുട്ടിയുടെ മനസ്സിൽ നിന്ന് ആ തോന്നൽ മാറ്റാൻ ആർക്കും പറ്റുന്നുമില്ല. അതിനൊരു പ്രതിവിധി എന്ന നിലയ്ക്കാ ഇപ്പൊ അവരൊന്ന് മാറുന്നത്. ഓ, നന്ദ, നവീൻ അവളുടെ കൂടെ പോയിരിക്കുന്നത് അപകടമാ. എല്ലാം വ്യക്തമായി അറിഞ്ഞിട്ടും നമുക്ക് തടയാൻ പറ്റുന്നില്ലല്ലോടാ. ഇപ്പോ നമ്മൾ എന്തെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ നവീൻ രൂക്ഷമായിട്ട് പ്രതികരിക്കും. പക്ഷേ അവന്റെ ജീവിതം എന്താ നടക്കുന്നത് നോക്കാമേ. ഒറ്റയടിക്ക് നമുക്ക് എല്ലാവരുടെയും ശത്രുക്കളാവാൻ പറ്റുമോ?
നിർമ്മലേ, പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും നീ ആസൂത്രണം ചെയ്യുന്നെങ്കിൽ അത് ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഒരാഴ്ചത്തേക്ക് എന്താ പ്രത്യേകത? അതെ, ഈ കിട്ടിയതൊക്കെ ഒന്ന് നേരെ ആയിട്ട് വേണം പുതിയ തല്ല് വാങ്ങിക്കാൻ പോകാന്ന് കരുതിയ. നിങ്ങൾ അടങ്ങി ഒതുങ്ങി ഇവിടെ എങ്ങാനും ഇരുന്നാ മതി. ഞാൻ ചിന്തിച്ച കാര്യങ്ങൾക്ക് കൂട്ടുന്നപ്പോന്നും നിങ്ങക്ക് തല്ല് കിട്ടിയില്ലല്ലോ. ഇത് നിങ്ങളായിട്ട് ചെന്ന് വാങ്ങിച്ചതല്ലേ. അപ്പോഴും ഞാൻ കണ്ടെത്തിയ രഹസ്യങ്ങളെ കുറിച്ച് ഒരു നല്ല വാക്ക് പോലും നീ പറയരുത്. ഓ, അതെന്ത് രഹസ്യം? ഇതിനു മുമ്പ് ഞാനും ഈ സംശയം പറഞ്ഞതല്ലേ. തെളിയിക്കാനല്ലേ പാട്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ച് തെളിയിച്ചോണ്ടിരുന്നോ? നവീനും ഗാഥയും ഗസ്റ്റ് ഹൗസിലേക്ക് പോയിരിക്കുക, ആദ്യരാത്രി ആഘോഷിക്കാൻ. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ നിങ്ങൾക്ക്? എടി മോളെ, ചിലപ്പോൾ ചില ചോദ്യങ്ങൾക്ക് അടുത്തെത്തുമ്പോ നമ്മൾ കുഴഞ്ഞു വീഴാറുണ്ട്. പക്ഷെ വിത്തിട്ട അത് മുളയ്ക്കും. ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പൊ തന്നെ നോക്കിയേ, ഗാഥയുടെ സമാധാനം എങ്ങനെ പോയത്? അവളുടെ മനസ്സിൽ പേടി കയറിയത് എങ്ങനെയാ? നമ്മള് കാണിച്ച ബുദ്ധിയല്ലേ. അവളുടെ ആദ്യ രാത്രി നടക്കുമ്പോ ഈ വീട്ടിനകത്ത് പാമ്പിനെ കാണണമെന്ന് നമ്മൾ തീരുമാനിച്ചു. നമ്മളത് നടത്തി. ഇപ്പൊ ഗാഥയുടെ മനസ്സില് അവളെ കൊത്താൻ വേണ്ടി പത്തിയെടുത്ത് നിൽക്കുന്ന നാഗം മാത്രമാണുള്ളത്. നവീൻ പോലും ആ രൂപത്തെ കണ്ടുന്ന് പറഞ്ഞ അതിനപ്പുറം വേറെന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ ഇവിടുന്ന് ഇറങ്ങി അവര് ഗസ്റ്റ് ഹൗസ് ചെന്നാ പിന്നെ ആ ഭയത്തിന് അടിസ്ഥാനമുണ്ടോ? അവരവിടെ നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയാല്? നല്ല രീതിയിൽ ജീവിക്കാൻ തുടങ്ങിയ അവരോ? എന്റെ ഉദയേട്ടാ, തറവാടിന്റെ ശാപത്തെക്കുറിച്ച് ഇപ്പൊ വ്യക്തമായിട്ട് ഗാഥയ്ക്കറിയാം. എന്തോ ഒരു ഭാഗ്യത്തിന് സർപ്പബലി ദിവസം രക്ഷപ്പെട്ടു എന്നല്ലാതെ ഇപ്പോഴും കൊല്ലാനുള്ള നാഗങ്ങളുടെ പുറവുണ്ടെന്ന് അവൾ വിശ്വസിക്കുന്നത്. ആ ഭയമാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. എങ്ങനെ? ആ ഭയം വളർത്തണം. നാഗമെന്ന വാക്ക് കേൾക്കുമ്പോ തന്നെ കിടുകിടാ വിറയ്ക്കണം. കളരിക്കൽ കുടുംബത്തില് ഒരിക്കലും തനിക്ക് സ്വസ്ഥത കിട്ടില്ലെന്ന് അവളുടെ മനസ്സ് അവളോട് പറയണം. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതി. പെട്ടിയും കിടക്കയെടുത്ത് അവള് നമ്മുടെ മുന്നിലൂടെ ഇറങ്ങിപ്പോവും. സകല ദൈവങ്ങളോടും പ്രാർത്ഥിച്ച് രണ്ടുപേരും നടപ്പുണ്ട്, മുത്തശ്ശി അമ്മാവനും. ഈ ലോകത്ത് എവിടെയെങ്കിലും പ്രതിവിധി ഉണ്ടെങ്കിൽ അവര് കണ്ടുപിടിക്കും. കളിച്ച് കളിച്ച് ഇത്ര എത്തിയില്ലടി. ഇനി ഒരൊറ്റ കൈ പ്രയോഗത്തിന് രണ്ടും രണ്ടാകും, പിരിയും. തന്റെ മകൾ കളരിക്കൽ ജീവിക്കില്ല എന്ന് പറഞ്ഞ് സിത്താര തന്നെ അവളെ കൂട്ടിക്കൊണ്ടുപോകും. മുൻപൊക്കെ ഓരോന്ന് ചെയ്യുമ്പോഴും ഏതെങ്കിലും രീതിയിൽ അത് പൊളിഞ്ഞു പോകുന്നുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഇപ്പൊ എനിക്കതില്ല. സർപ്പബലിക്ക് മുമ്പ് അവളുടെ മനസ്സിൽ പേടിയില്ലായിരുന്നു. ഇപ്പൊ പേടിയുണ്ട്. അത് മതി. ആ പേടി നമ്മളെ ജയിപ്പിക്കും.